ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് ഇതൊരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. മൈദ വെച്ചിട്ടും ചെയ്യാം, ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. ഞാൻ അവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നെയ്യ് എല്ലായിടെയും ഒന്ന് പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് പാല് വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കാനുള്ളത്. ചൂട് പാലൊന്നും വേണ്ട, നോർമൽ പാല് മതി. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് വലിയ ബോൾ ആക്കരുത്, കാരണം വേവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ. അതൊരു ബിസ്ക്കറ്റൊക്കെ പോലെ ഇരിക്കണം, ബിസ്ക്കറ്റ് അല്ല പക്ഷേ ബിസ്ക്കറ്റൊക്കെ പോലെ ഇരിക്കണ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മളിത് മുട്ടയൊക്കെ ഇളക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിന് ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, വേഗം പണി തീരും. അപ്പോൾ അതില്ലാത്തവർക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് താഴെ വരെ കട്ട് ചെയ്യരുത്, ജസ്റ്റ് മേലെ മാത്രം. അപ്പോൾ ഇങ്ങനെ ആയാലും ചെയ്താൽ മതി. അപ്പോൾ രണ്ടിലേതായാലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ, ഓയിൽ ഏതായാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ, കാരണം ഉള്ളു വേവാനുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നല്ല ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വേവില്ല കേട്ടോ. അപ്പോൾ അതേ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലങ്ങനെ അധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടോടെ കഴിക്കുന്ന സമയത്ത് മേൽഭാഗം ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിയാൻസ് kannur കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്